സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ പഴയ പരിപാടികൾ തന്നെ വീണ്ടും ആവർത്തിച്ച് വീണ്ടും അവരെ മുഷിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. എടുത്തു ചാടി അങ്ങ് പഠിപ്പിച്ച് തുടങ്ങരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ടൈറ്റൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ടയേർഡാകും, അവരിലൊരു ഫെറ്റീഗ് ഉണ്ടാകും. അവരെ ലൈവായിട്ട് അവസാനം വരെ എങ്ങനെ നിലനിർത്താം, അവരിൽ എങ്ങനെ ഒരു ഹോപ്പ്ഫുൾനെസ് നിലനിർത്താം, അവരിൽ എങ്ങനെ കുറച്ചുകൂടെ അവരെ പാർട്ടിസിപ്പേറ്ററി ആക്കാം, അവരെ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സ്കൂൾ തുടങ്ങുമ്പോൾ ആദ്യം മുതൽ തന്നെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. സ്കൂളുകാരൊക്കെ ഫസ്റ്റ് ആദ്യത്തെ എക്സാം എപ്പോൾ ഇടണം, അടുത്ത എക്സാം എപ്പോൾ ഇടണം, എന്തെല്ലാം പഠിപ്പിച്ച് തീർക്കണം, ലെസൺ പ്ലാനൊക്കെ എങ്ങനെ ആയിരിക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ലോകം മാറുന്ന അറിയുന്നില്ല, കുട്ടികൾ മാറുന്ന അറിയുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികളെ ഒന്ന് കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കണം. സ്കൂളിലേക്ക് 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. പണ്ട് കാലത്ത് അവധിയൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അവരവരുടെ ബന്ധു വീടുകളിലൊക്കെ പോയി ഒരുപാട് കളിച്ചും രസിച്ചും കസിൻസിൻ്റെ കൂടെയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തും അവരുടെ പേരൻസിൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ആയിട്ട് കണ്ടും ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു വലിയ ഇമോഷണൽ എൻറിച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അവധി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ പലരും ഇമോഷണലി ഡ്രെയിൻഡ് ആണ്, ഇമോഷണലി ഓർഫനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോറടിച്ചിട്ടാണ് പല കുട്ടികൾ ഈ ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കൂടുതൽ സ്ക്രീനിനകത്ത് അഡിക്റ്റഡ് ആയിട്ടിരുന്നിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളവരെ വളരെ കംഫർട്ടബിൾ ആക്കിയെടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്ക് ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അവരെ ക്ലാസ്സുകൾ കൊടുത്ത് സോഷ്യലി അവരെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒക്കെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. പക്ഷേ അവിടെയും ഒരു കാര്യം, ഇത് മെക്കാനിക്കലായി പോകാനും വളരെ ടെക്നിക്കലായി പോകാനും സാധ്യതയുണ്ട്. കാരണം ആരാണ് ഇതിനെയൊക്കെ ലീഡ് ചെയ്യാൻ പോകുന്നത്? ആ ലീഡ് ചെയ്യേണ്ട ടീച്ചേഴ്സിന് എന്ത് ട്രെയിനിങ് ആണ് കൊടുത്തിട്ടുള്ളത്? ഇതിനെയൊക്കെ പിന്നെ അതിൻ്റെ ഒരു അർത്ഥശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ട്? ഇതെല്ലാം ക്വസ്റ്റ്യനബിളാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പതുക്കെ തുടങ്ങാം, കുട്ടികളെ ഒന്ന് അറിയാൻ ശ്രമിക്കാം. കുട്ടികളെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോ യുവർ സ്റ്റുഡൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ ഒക്കെ ഇന്നത്തെ മാനസികാവസ്ഥയായാലും ശാരീരികാവസ്ഥയിലായാലും അവരുടെ സ്വഭാവത്തിലായാലും വൈകാരിക തലത്തിലായാലും ഒക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കുട്ടികളെ ഒന്ന് കുറച്ചെങ്കിലും അവരെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. അധ്യാപകർ അവരെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. പലപ്പോഴും അധ്യാപകർ തന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നില്ല. പുതിയതായിട്ട് വന്ന ഒരു ടീച്ചറാണ്. നമ്മൾ ഈ കുഴപ്പങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് കുട്ടി എന്നൊക്കെ പറയാതെ അധ്യാപകർ തന്നെ വളരെ ക്ലിയറായിട്ട് നമ്മുടെ സ്കൂൾ ഈ വർഷത്തെ സ്കൂൾ സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, സ്കൂൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, എന്തെല്ലാം ചെയ്യരുത്, എന്തെല്ലാം ചെയ്യണം, ബൗണ്ടറീസ് എന്താ, ലിമിറ്റേഷൻസ് എന്താ, റൂൾസ് എന്താ, എവിടെയൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യും, എവിടെയൊക്കെ ചെയ്യത്തില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക എന്നുള്ളത് അതൊരു ബൈലാറ്ററൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. 2 കൂട്ടർക്കും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാണ്. എക്സ്പെക്റ്റേഷൻസൊക്കെ വളരെ നേരത്തെ തന്നെ നമ്മൾ അവരോട് ഡിക്ലെയർ ചെയ്യണം. അതിന് ഉപരിയായിട്ട് നമ്മൾ ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് മോണിറ്റർ ചെയ്തും സിസ്റ്റമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്തും കറക്ഷൻസ് വേണ്ടടുത്ത് കറക്റ്റ് ചെയ്തും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ക്ലാസ് സിസ്റ്റവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊന്നും ഒരുപാട് വലിയ കുഴപ്പത്തിലേക്കൊന്നും ചാടാൻ സാധ്യതയില്ല. എന്തായാലും അവരുടെ ലിമിറ്റേഷൻസും ബൗണ്ടറീസും ഒക്കെ നേരത്തെ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരെ കൂടുതലൊന്ന് അറിയാൻ ശ്രമിക്കുക. അവരെ കൂടുതൽ അറിയും തോറും നമുക്ക് അവരുടെ മേലുള്ള കൺട്രോള് കൂടും, നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കൂടും, നമ്മൾ പറയുന്ന കാര്യങ്ങളോട് അവർ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇപ്പോൾ എന്തിനേയും ഫിസിക്സ് പഠിക്കുന്നത്, എന്താ കണക്ക് പഠിക്കുന്നത്, ഇതൊക്കെ അവരുടെ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്താ. നേരെ ചെന്ന് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുകയല്ല. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും ഹിസ്റ്ററി തന്നെ. പല കുട്ടികളും ഞാൻ പിന്നെ UAE-യിലുള്ളൊരു സ്കൂളിൽ ചെന്നു. അവിടെ കുട്ടികൾ ചോദിച്ചത് എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. അവർക്ക് ഹിസ്റ്ററിയെ പറ്റി യാതൊരു മതിപ്പും ഇല്ല. വൈ വി ലേൺ ദിസ് ഡേർട്ടി സബ്ജക്റ്റ് എന്നാണ് എന്നോട് ചോദിച്ചത്. എന്തായാലും അവിടുത്തെ സ്കൂളിൻ്റെ ലീഡറെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അവരുമായിട്ടൊരു 45 മിനിറ്റ്സ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചൊക്കെ തിരിച്ചു പോകാൻ നേരം അവരെന്നോട് വളരെ താങ്ക്ഫുൾ ആയിരുന്നു. ആ കുട്ടികൾക്ക് അന്നേരമാണ് ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഞാൻ ഹിസ്റ്ററിയുമായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നും ഉള്ള ആളല്ല. പക്ഷേ ഒരു കാര്യം വായനയിലൂടെയും പഠിത്തത്തിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ചരിത്രമുള്ളവർക്കേ ചരിത്രം തിരുത്താൻ കഴിയുള്ളൂ, ചരിത്രമില്ലാതൊരു ഫ്യൂച്ചറില്ല. ഇപ്പോൾ ചരിത്രത്തെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കരുത്താണ്.
എങ്ങനെയായിരുന്നു ഈ ലോകം പുരോഗമിച്ചത്, എന്തൊക്കെയാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ നടന്നത്, ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്നത്. ഇന്ന് ചരിത്രം തന്നെ കംപ്ലീറ്റ് താറുമാറാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രധാനമായിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ സോഷ്യലി കണക്ട് ചെയ്യുക. അവരും സാമൂഹികപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞാൻ കഴിവുള്ളവനാകേണ്ടത്, എന്താണ് എൻ്റെ റോൾ. ഇപ്പോൾ ഒരുപാട് സൗകര്യമുള്ള വീട്ടിലെ ഒരു കുട്ടിയാണ്, അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് പഠിക്കുന്നത്, അല്ലേ പഠിച്ചാൽ നീ വലിയവനാവുക, ഇതൊക്കെ ഓൾറെഡി ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഇതൊക്കെയല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ. ഓരോരുത്തരും ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണെന്നും ഓരോരുത്തരും സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണെന്നും ഓരോരുത്തരുടെ വാല്യൂ ഈ രാജ്യത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണെന്നും അവരറിയണം. വിദേശ രാജ്യത്ത് ഓടിപ്പോകാനല്ല തുടക്കത്തിലെ പഠിപ്പിക്കേണ്ടത്, നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി തുടക്കത്തിലെ പഠിപ്പിക്കേണ്ട. ഈ രാജ്യത്ത് അവരുടെ ആവശ്യം എന്താ, അവർ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്താ, ഇതൊക്കെ മനസ്സിലാക്കിച്ച കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഹിസ്റ്ററിയും ലാംഗ്വേജും സയൻസും കണക്കും എല്ലാം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ വളരെ പ്രധാനമാണ് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തും അവരുടെ കോൺട്രിബ്യൂഷൻസ് കൂടെ സ്വീകരിച്ചും അവരെ കൂടെ അതിൻ്റെ പാർട്ട്നേഴ്സാക്കിയും പഠിപ്പിക്കുക എന്നുള്ളത്. ഒരു യൂണിലാറ്ററലായിട്ടുള്ള ഒരു വൺ സൈഡ് ഹീറോസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ വേണ്ട. അവിടെ ചോദ്യം ചോദിക്കാനും എതിർക്കാനും ഒക്കെയുള്ള അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് കൊടുക്കുക. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന പഴയ രീതികളൊക്കെ കുറച്ചൊന്ന് മാറ്റാം. നമുക്കൊരു ഡിസ്കഷനിലായിട്ട് പോകാം, പാർട്ടിസിപ്പേറ്ററി ആയിട്ട് പോകാം, അല്ലെങ്കിൽ അവരും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്, അവരും കൂടി അതിനകത്ത് ഹാപ്പിയാണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രധാനം. നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവരും കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് ഉറപ്പുവരുത്തി പഠിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അവരുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യുക, അവരെ കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുക, അവരെ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുക, മാതാപിതാക്കളെയും കൂടി ഈ സിസ്റ്റത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് അവർക്ക് ആവശ്യമുള്ള കരിയർ നോളജുകളൊക്കെ ചെറിയ സമയം തന്നെ കൊടുത്തു തുടങ്ങുക. പേരൻസിനെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇന്ന് കരിയറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും ശരിയായ രീതിയിൽ അന്വേഷിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടും അത് കുട്ടികൾക്ക് അവിടെ നൽകാത്തത് കൊണ്ടുമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്ക് നൽകണം. കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ നിരന്തരമായി ഈ സിസ്റ്റത്തിനകത്തേക്ക് കൂടുതലായിട്ട് കടന്നു വരണം. വളരെ മെക്കാനിക്കൽ ടെക്നിക്കൽ ആയിട്ട് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കരുത്. ഒരു മെക്കാനിക്കലും ടെക്നിക്കലായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മളെക്കാളും നന്നായിട്ട് റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഇത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവനുള്ളതായി ജൈവമായി വിദ്യാഭ്യാസം നയിക്കട്ടെ. കുഞ്ഞുങ്ങളാണ് അതിലൂടെ രൂപാന്തരപ്പെടേണ്ടത്. അത് കുഞ്ഞുങ്ങളുടെ രൂപാന്തരമാണ് ഇതിലൂടെ ലക്ഷ്യമിടേണ്ടത്. അതാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ നമ്മൾ കാണിക്കുന്ന പരിപാടികൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. മീനിങ് ഫുൾ ആകട്ടെ നമ്മുടെ വിദ്യാഭ്യാസം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ധാരാളം ആൾക്കാർ വരുന്നു, ധാരാളം നല്ല ചർച്ചകൾ നടക്കുന്നു. അതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.